പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടിയുമായി ഭാരതം. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം നിർത്തിവെക്കും. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിർത്തലാക്കുമെന്ന് സൂചന. പാകിസ്ഥാൻ തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഭീകരതയും ശത്രുതയും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഭാരതം. സിന്ധു നദീജല കരാർ റദ്ദാക്കാനും നീക്കം. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ ആദ്യ നടപടി നയതന്ത്ര തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെ കടുത്ത നയതന്ത്ര നടപടിയുമായാണ് പാകിസ്ഥാനെതിരെ ഭാരതം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും രോഹിണി, പെഹൽഗാമിൽ നടന്ന ആക്രമണം പാകിസ്ഥാൻ്റെ പിന്തുണയോടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ISI നേരിട്ട് ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് നേരിട്ട് നടത്തിയ ഒരു ആക്രമണമാണെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കെല്ലാം തന്നെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നയതന്ത്ര തലത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലേക്ക് പോകുന്ന വസ്തുക്കളിൽ, പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം. ആ വെള്ളം നിയന്ത്രിക്കുക എന്നത് ഒരു ഡിപ്ലോമാറ്റിക് രീതിയായി, ഒരു ഡിപ്ലോമാറ്റിക് ചലഞ്ചിൻ്റെ ഭാഗമായി തന്നെ ഏറ്റെടുക്കണമെന്ന് പലപ്പോഴും നയതന്ത്ര വിദഗ്ധർ പലതവണ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഭാരതം പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് 2018-ലും 2019-ലുമായി യാഥാർത്ഥ്യമായ സിന്ധു നദീജല കരാറാണ് ഇപ്പോൾ നിർത്തിവെക്കാനുള്ള, അല്ലെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ളൊരു നീക്കമെങ്കിലും നടത്താനുള്ളൊരു തയ്യാറെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, വൻതോതിൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ, കരിമ്പ് കൃഷിക്കൊക്കെ വ്യാപകമായി വെള്ളം ലഭ്യമാക്കുന്നതിനും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ മേഖലകളിലെല്ലാം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാവുമെന്നൊരു യാഥാർത്ഥ്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സമ്മർദ്ദ തന്ത്രം പാകിസ്ഥാനെതിരെ പ്രയോഗിക്കാനുള്ള നയതന്ത്ര തലത്തിലുള്ളൊരു നീക്കം കൃത്യമായി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ തുടർ നടപടികളിലേക്കും നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഭാരതത്തിൻ്റെ ഡിഫൻസ് അറ്റാഷയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഹൈക്കമ്മീഷൻ നയതന്ത്ര പ്രതിനിധിയും എല്ലാം തന്നെ പാകിസ്ഥാനിലുണ്ട്. ഇസ്ലാമാബാദിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ആലോചനയിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ S. ജയശങ്കർ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിന് ഒരു അനുമതി നൽകിയിരിക്കുന്നു. സുരക്ഷാ ക്യാബിനറ്റിൻ്റെ യോഗം കൂടി അവസാനിക്കുന്നതോടെ ഈ ഒരു നടപടി ഉണ്ടാകുമെന്ന് സുരക്ഷാ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ യോഗം കൂടി കഴിയുന്നതോടെ ഇത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് നയതന്ത്ര പ്രതിനിധികളെയും ഡിഫൻസ് അറ്റാഷെ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു വിളിക്കുന്നൊരു സാഹചര്യമുണ്ടായാൽ നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തെ പല വെടിനിർത്തൽ ധാരണകൾ പലയിടങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ നിയന്ത്രണ രേഖയിലുള്ള കൃത്യമായ ഇടപെടൽ സംബന്ധിച്ച സംവിധാനങ്ങളുണ്ട്. അതെല്ലാം തന്നെ കർശനമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തുടർച്ചയായ തിരിച്ചടി അല്ലെങ്കിൽ ശക്തമായൊരു തിരിച്ചടി സൈനികമായി ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയായുള്ളൊരു നീക്കമാണ് ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ നടപ്പാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാണിജ്യം സംബന്ധിച്ചോ എല്ലാം തന്നെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അത്തരം വിഷയങ്ങളിലൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സൂചനയുണ്ട്. നയതന്ത്ര രേഖയായതുകൊണ്ട് തന്നെ പരിമിതമായ വാക്കുകളിൽ വളരെ മോഡറേറ്റായ ഒരു ശൈലിയിലായിരിക്കും നയതന്ത്ര രേഖകൾ എഴുതപ്പെടുക എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് എന്നതിൽ നിന്നും നമുക്ക് ഇത്തരത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ കയറ്റുമതി ചെയ്യുന്ന ഒരു സ്വഭാവം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശത്രുതയും അതുപോലെ തന്നെ ഭീകരതയും വളർത്തുകയാണ്. ഈ ഭീകരതയും ശത്രുതയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി നൈബർഹുഡ് ഫസ്റ്റ്, അല്ലെങ്കിൽ അയൽവാസികൾ ആദ്യം, അയൽവാസികൾക്ക് പ്രഥമ പരിഗണന എന്ന രീതിയിൽ ഭാരതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായി പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ കുറെ കൂടി ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ ഭാരതം എന്നും ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കം ഏത് സമയത്ത് നടത്തുമ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമല്ല മറുപടി എന്ന ഒരു നിലപാടും ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് നീങ്ങുന്നു. അത് ഒരു പരിധിവരെ സൈനിക നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത സൈനിക നടപടികൾ ആരംഭിക്കാനുള്ള ഒരു അടിത്തറ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരിയായി സൺ, പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടിയുമായി ഭാരതം. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം നിർത്തിവെക്കും. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിർത്തലാക്കുമെന്ന് സൂചന. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.